രണ്ടാമത്തെ ഹദീസാണ് നമുക്ക് എടുക്കാൻ. ഒന്നാമത്തെ നിയ്യത്തുമായി ബന്ധപ്പെട്ടതായിരുന്നു. രണ്ടാമത്തെ അമലിൻ്റെ രീതി അള്ളാഹു റസൂലും പഠിപ്പിച്ച പ്രകാരം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന വിഷയത്തിലുള്ള ഒരു ഹദീസാണ്. ദീർഘമായ ഹദീസാണ്. ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുമുള്ള അവിടെ സ്വഹീഹികളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് അറിയപ്പെടുന്നത് ഹദീസു മുസീഇ സ്വലാ എന്ന. ഹദീസു മുസീഇ സ്വലാ എന്ന പേരിലാണ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിളിക്കാറുള്ളത്. ഹദീസു മുസീഇ സ്വലാ, നിസ്കാരം തെറ്റിച്ചവൻ്റെ ഹദീസ് എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ നമുക്ക് അർത്ഥം വെക്കാം. മുസീ എന്ന് പറഞ്ഞാൽ തെറ്റായി ചെയ്താൽ, സ്വലാത്ത് നിസ്കാരം. അപ്പം നിസ്കാരം തെറ്റായി നിർവഹിച്ച ആളുടെ ഹദീസ് എന്ന പേരിൽ ഈ ഹദീസ് പ്രസിദ്ധമാണ്. ഹദീസിൻ്റെ ആശയം ഇതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലിരിക്കുമ്പോൾ ഒരാൾ വന്നു നിസ്കരിച്ചു. ആ നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം നബിനെ കണ്ടപ്പോൾ നബിയുടെ അടുത്ത് വന്ന് സലാം പറഞ്ഞു. നബി സലാം മടക്കിയിട്ട് പറഞ്ഞു, നീ രണ്ടാമത് നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം രണ്ടാമത് പോയിട്ട് നിസ്കരിച്ചു കഴിഞ്ഞു വന്നു നബിയോട് സലാം പറഞ്ഞു. നബി സലാം മടക്കിയിട്ട് പറഞ്ഞു, നീ ഒന്നും കൂടെ പോയി നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല. ഇദ്ദേഹം പിന്നെയും പോയി നിസ്കരിച്ചു വന്ന് സലാം ചൊല്ലിയപ്പോൾ സലാം മടക്കിയിട്ട് നബി വീണ്ടും പറഞ്ഞു, നീ വീണ്ടും പോയി നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല. അദ്ദേഹം നാലാമതും പോയി നിസ്കരിച്ചു എന്ന റിപ്പോർട്ടിലും അതെല്ലാം മൂന്നാമത് നിസ്കരിച്ചു എന്ന മറ്റു റിപ്പോർട്ടിലുമൊക്കെ കാണാം. അദ്ദേഹം പിന്നെ നിസ്കരിച്ചു, പിന്നെയും വന്നു. അപ്പോഴും നബി ഞങ്ങൾ പറഞ്ഞു, നീ നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, നബി എനിക്ക് ഈ നിസ്കാരം അറിയുള്ളൂ, ഇതിനപ്പുറം ഞാൻ അറിയില്ല. എത്ര പ്രാവശ്യം എന്നെ മടക്കി പറഞ്ഞയച്ചാലും ഈ നിസ്കാരം അങ്ങനെ നിസ്കരിക്കുന്ന എനിക്ക് വേറെ ഇതിനപ്പുറത്തെ നിസ്കാരം എനിക്ക് പരിചയമില്ല. അപ്പം നബി അദ്ദേഹത്തെ നിർത്തിയിട്ട് നിസ്കാരത്തിൻ്റെ കംപ്ലീറ്റ് നിയമങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തത്. എങ്ങനെ നിസ്കരിക്കേണ്ടത്, എന്താ അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് തുടങ്ങി നിസ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നബി തങ്ങൾ അതിൽ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതേപോലെ നീ നിന്റെ എല്ലാ നിസ്കാരവും ചെയ്തോ എന്ന് നബി അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. അതാണ് ഹദീസു മുസീഇ സ്വലാ എന്ന പേര് വരാൻ കാരണം. നിസ്കാരം ശരിയല്ലാതെ ചെയ്ത അദ്ദേഹം ആ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസ് ആയതുകൊണ്ടാണ് ഹദീസു മുസീഇ സ്വലാ. സയ്യിഅത്ത് എന്നൊക്കെയുള്ള വാക്കുമായി ബന്ധപ്പെട്ട വാക്കാണ് മുസീഇ. മുഹ്സിൻ എന്നതിന് ഓപ്പോസിറ്റാണ് മുസീഇ. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ നന്നാക്കിയവൻ, മുസീ എന്ന് പറഞ്ഞാൽ തെറ്റിച്ചവൻ, കേടാക്കിയവൻ എന്നൊക്കെയാണ്. അപ്പോൾ ആ പേരിൽ പണ്ഡിതന്മാർ ഈ ഹദീസിനെ അങ്ങനെ പരിചയപ്പെടുത്തുന്നു.